2 ദിവസമായിട്ട് മഴ അങ്ങനെ കുറച്ചധികം ശക്തമായിട്ട് നിൽക്കുന്നില്ലായിരുന്നു. പക്ഷേ സംസ്ഥാനത്ത് ഇന്നും നാളെയും മഴ ശക്തമാകും എന്നൊരു മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ഈ 7 ജില്ലകളിലാണ് കനത്ത മഴ പ്രതീക്ഷിക്കുന്നത്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. കോട്ടയം താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റ് ജില്ലകളിലെ മറ്റ് താലൂക്കുകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുട്ടനാട്, ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. പത്തനംതിട്ട ആറന്മുള മേഖലയിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങി. പ്രത്യേകിച്ച് പത്തനംതിട്ടയിലൊക്കെ മുങ്ങി നിൽക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അരയ്ക്കൊപ്പം വെള്ളമൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് ആ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ തിരുവല്ല, അപ്പർ കുട്ടനാട് മേഖലകളിലെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. ക്യാമ്പുകളിൽ നിന്ന് നിരവധി പേർ വീടുകളിലേക്ക് തിരിച്ചു മടങ്ങിയിട്ടുണ്ട്. മറ്റന്നാൾ വരെ ജാഗ്രത നിലനിൽക്കുന്നതിനാൽ മറ്റുള്ളവർ ക്യാമ്പിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇത് പത്തനംതിട്ടയിലെ മാത്രം സാഹചര്യമല്ല, സംസ്ഥാനം ഒട്ടാകെ തന്നെ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായി മാറുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല ഓരോ ജില്ലകളിലായിട്ട് പരിശോധിക്കുമ്പോൾ പോലും അപ്പോൾ നമ്മളിപ്പോൾ കോട്ടയം ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ കോട്ടയത്തിലേക്ക് പോകുമ്പോഴേക്കും അവിടെ മഴയ്ക്ക് ശമനം വന്നിരുന്നു. പക്ഷേ പ്രധാന വഴികളിലൊക്കെ തന്നെ മഴ വെള്ളം ഉൾപ്പെടെയുള്ളത് ഇറങ്ങിപ്പോയി. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നുമുണ്ട്. പ്രധാന നദികളിലെല്ലാം ജലമുന്നറിയിപ്പ് നിരപ്പിലും താഴേക്ക് എത്തിയിട്ടുണ്ട്. ശ്രീജിത്ത്, നിലവിൽ മഴയുടെ സാഹചര്യം എങ്ങനെയാണ്? ഈ വെള്ളക്കെട്ട് രൂക്ഷമാവുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ടോ? പ്രത്യേകിച്ച് ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും ശക്തമായ വെള്ളക്കെട്ട് നിൽക്കുകയാണോ, അതോ അത് മാറാനുള്ള സാഹചര്യം കാണുന്നുണ്ടോ? വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഹരി, മഴ പരിപൂർണമായി മാറിയെന്ന് പറയാൻ കഴിയില്ല. ഇന്നലെ രാത്രി അർദ്ധരാത്രിക്ക് ശേഷമൊക്കെ കിഴക്കൻ മേഖലയിൽ മഴ പെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന തരത്തിലേക്ക് മാറിയിട്ടില്ല. ഇന്ന് രാവിലെയും അവിടെ മഴയുണ്ടായിരുന്നു. പക്ഷേ ഒരു 7 മണിക്ക് ശേഷം കാര്യമായ മഴ എവിടെയും പെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഈ പ്രധാന വഴികൾ ഈരാറ്റുപേട്ടയും അതേപോലെ പാലയിലും ഒക്കെ റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടത് ഏതാണ്ട് മാറിയിട്ടുണ്ട്. അതേസമയം ഇപ്പുറത്ത് പടിഞ്ഞാറൻ മേഖലയിലുള്ള വെള്ളക്കെട്ട് ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. അത് ഒരുപക്ഷെ 1-2 ദിവസങ്ങൾ കൂടി തുടരാനാണ് സാധ്യത. റോഡുകളിൽ നിന്ന്, പ്രധാന വഴികളിൽ നിന്നൊക്കെയുള്ള വെള്ളം ഇറങ്ങി മാറിയിട്ടുണ്ട്. അതുവഴി ഗതാഗതം പുനഃസ്ഥാപിക്കാനാകുന്നുണ്ട്. പക്ഷേ ഈ ചെറിയ ഇടവഴികൾ അങ്ങനെ പലയിടത്തും ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണ്. വീടുകളിലും ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. ഇത് ഏതാണ്ട് 9,000-ഓളം ആളുകളാണ് ഇന്നലെ വൈകുന്നേരം അപ്ഡേറ്റ് ചെയ്ത കണക്ക് പ്രകാരം, ജില്ലാ ഭരണകൂടത്തിന്റെ കണക്ക് പ്രകാരം ഈ ക്യാമ്പുകളിൽ കഴിയുന്നത്. അത് കൂടുതലും കോട്ടയം താലൂക്കിലാണ്. അതുകൊണ്ട് തന്നെയാണ് കോട്ടയം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രം ഇന്ന് അവധിയാണ്. അതേപോലെ മറ്റിടങ്ങളിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലും അവധിയുണ്ട്, സ്കൂളുകൾക്ക് അവധിയുണ്ട്. പക്ഷേ ഈ കിഴക്കൻ മേഖല, ഇപ്പൊ പാല ഉൾപ്പെടെയുള്ള പല മേഖലകളിലെയും ക്യാമ്പുകൾ ഇന്നലത്തോടെ ഏതാണ്ട് എല്ലാ ക്യാമ്പുകളും പിരിച്ചുവിടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ഈ പടിഞ്ഞാറൻ മേഖലയിൽ അത് ഇനിയും ദിവസങ്ങൾ തുടരാനാണ് സാധ്യത. പല സാധാരണ ജീവിതത്തിലേക്ക് ജനങ്ങൾക്ക് എത്താൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. കാരണം കായലിലേക്ക് വെള്ളം വലിയുന്ന ഒരു സമയമുണ്ട്. അതിനുള്ള ഈ മുകളിൽ നിന്നൊക്കെ ആറ്റിൽ നിന്ന് വെള്ളം കയറി ഇറങ്ങി പോകുന്നത് പോലെയല്ല ഈ താഴെയുള്ള സ്ഥിതി. അത് ഈ കുട്ടനാട്ടിലൊക്കെ കാണുന്നത് പോലെ തന്നെ അപ്പർ കുട്ടനാടൻ മേഖലയാണ് ഈ പ്രദേശം. ഈ അയ്മനവും കുമരകവും തിരുവാർപ്പും ഒക്കെ അവിടെ വെള്ളം ഇറങ്ങാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഹരി, മനസ്സിലായി. എപ്പോഴും അങ്ങനെ ഒരു വെള്ളം ഇറങ്ങാനുള്ളൊരു സാഹചര്യമാണ് നിൽക്കുന്നത്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ഒക്കെ തന്നെ മഴ പെയ്യുമ്പോൾ പോലും അതൊരു വലിയ വെള്ളക്കെട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള മഴയായിരുന്നില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.